ആലപ്പുഴ ജില്ലയിൽ CPIM-നുള്ളിലെ പൊട്ടിത്തെറി അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ അഡ്വക്കേറ്റ് പ്രതിഭ ഹരി അടക്കമുള്ള നിരവധി നേതാക്കൾ കൃത്യമായി സുധാകരനെ തഴഞ്ഞതിലുള്ള വിയോജിപ്പ് പലതവണയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായി പ്രതിഭ ഹരി പറഞ്ഞിട്ടുണ്ട്, തന്നെ കായംകുളത്ത് തോൽപ്പിക്കാൻ നാസർ ഉൾപ്പെടെയുള്ളവർ വലിയ കളികൾ കളിച്ചു എന്നുള്ളത് പലതവണയായി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. മാത്രമല്ല, ഒരു കാര്യം കൃത്യമായി തന്നെ പ്രതിഭ ഹരി പറഞ്ഞിരിക്കുന്നത്, നാസർ അടക്കമുള്ള നിരവധി പേർ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതായി കണ്ടു എന്നുള്ളതാണ്. അതുമാത്രമല്ല, SDPIയുടെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും വലിയ തോതിലുള്ള സഹായം എല്ലാ കാലത്തും വാങ്ങിച്ചിട്ടുള്ളവരാണ് ഇതിനകത്ത് സലാം അടക്കമുള്ളവർ എന്ന് തുറന്നടിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, കോൺഗ്രസിലേക്ക് സുധാകരൻ പോയാൽ അദ്ദേഹത്തിനെ എങ്ങനെ കുറ്റപ്പെടുത്താനാകും എന്നതും പ്രതിഭ ഹരി പറയുന്നുണ്ട്. വളരെ വൈകാതെ തന്നെ പ്രതിഭ ഹരി കോൺഗ്രസിലേക്ക് എത്താനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. കാരണം CS സുജാതയും പ്രതിഭ ഹരിയും ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവർ രണ്ടുപേരും പാർട്ടി സമ്മേളനങ്ങളെ ബഹിഷ്കരിക്കുന്നു എന്ന് പൊതുവിൽ ഒരു ധാരണ പലപ്പോഴായി ഉണ്ട്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നാസർ കൈയടക്കി വെച്ചിരിക്കുകയാണെന്നും അദ്ദേഹത്തിൻ്റെ വലംകൈയായ സലാമും AM ആരിഫും എല്ലാ തരത്തിലും ആലപ്പുഴയിൽ ഒരു വലിയ രീതിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി അവർക്കെതിരെ നിൽക്കുന്നവരെ വെട്ടിനിരത്തലാണ് ചെയ്യുന്നതെന്നും വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്. എന്നാൽ നാസർ അവിടെയും ന്യായീകരിക്കുകയാണ്. കൃത്യമായി സുധാകരൻ പണ്ട് VS-നോട് കാണിച്ചതേ ഞങ്ങളും കാണിക്കുന്നുള്ളൂ, അല്ലെങ്കിലും വിതച്ചതേ കൊയ്യൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നാസർ അനുകൂലികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളുകൾ ഇറക്കുകയാണ്. ചേരി തിരിഞ്ഞ് തമ്മിലടിയാണ്. കസേര എടുത്ത് തമ്മിൽ വെട്ടിപ്പൊളക്കുന്ന രീതിയിൽ തമ്മിലടി അതിഭയാനകമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. CPIM-ന്റെ ഏറ്റവും മോശം ജില്ലാ സെക്രട്ടറി നാസറാണ് എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഇപ്പോൾ സുധാകരൻ്റെ അനുകൂലികൾ. സുധാകരനോടൊപ്പം തോളോട് തോൾ നിന്ന് പ്രവർത്തിച്ച പല നേതാക്കളും ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ CPIM വിട്ട് പല പ്രസ്ഥാനങ്ങളുമായി സഹകരിക്കുന്നു. അതിൽ BJP-യിൽ പോയവരുണ്ട്, കോൺഗ്രസിലേക്ക് വന്നവരുമുണ്ട്. എന്നാൽ സുധാകരൻ്റെ അടുത്ത അനുയായികളിൽ പലരും കൃത്യമായി പറയുന്നത് വളരെ വൈകാതെ സുധാകരൻ കോൺഗ്രസുമായി സഹകരിക്കുമെന്നാണ്. കാരണം CPIM-ൽ ഒരു നിലനിൽപ്പില്ല, സംശുദ്ധ രാഷ്ട്രീയമല്ല, അവർക്ക് കുടിപ്പകയും കൊലപാതക രാഷ്ട്രീയവുമാണ് അവരുടെ ഏറ്റവും വലിയ കൈമുതലാക്കി നടക്കുന്നത്. അത് എല്ലായിടത്തും വേണ്ടുവോളം അവർ ആവർത്തിക്കുന്നുണ്ട്. അവർ SDPIയുടെ പിന്തുണയോടുകൂടിയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണവും നിലനിർത്താൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിൽ നാസർ പെരുമാറുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്ന് സുധാകരൻ്റെ അനുകൂലികൾ പറയുകയാണ്. വാസ്തവത്തിൽ സുധാകരൻ കോൺഗ്രസിലേക്ക് എത്തുകയാണെങ്കിൽ അത് CPM-നുള്ളിൽ ഒരു പൊട്ടിത്തകർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. പ്രതിഭ ഹരിയും അതുപോലെ CS സുജാതയും CPIM വിടുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്.